സംഭവം കിട്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യാം. കിട്ടിയോ? അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യത്തില്ല, ഷെയർ ചെയ്യത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു നിലവാരം പോലും ഇല്ല. അത് ഈ ഓർത്തഡോക്സുകാർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് പാത്രിക്കിസ് പേഴ്സണലായിട്ട് അയച്ച കത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് ഇതാ നോക്കൂ എന്ന് പറഞ്ഞു. ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്ലീഷ്യോളജി ഈ പല സഭയ്ക്കും, ഇപ്പൊ ബ്രദറൻ സഭയ്ക്ക് ഒരു എക്ലീഷ്യോളജി ഉണ്ട്, നിങ്ങളുടെ യുവർ ഓൺ എക്ലീഷ്യോളജി. കാരണം സഭാവിജ്ഞാനി എന്നാണ് അതിന് മലയാളം പറയുന്നത്. ഈ സഭ എന്താണ്, ഈ സഭയുടെ അടിസ്ഥാനം എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉപദേശം. അതുപോലെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സിന്, ഈസ്റ്റേൺ ഓർത്തഡോക്സിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട്, കാത്തലിക് ചർച്ചിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട്. അതുകൊണ്ട് സുറിയാനി സഭയ്ക്ക് സുറിയാനി സഭയുടേതായ സ്വന്തം എക്ലീഷ്യോളജി ഉണ്ട്. ആ എക്ലീഷ്യോളജി അനുസരിച്ച് തോമായ്ക്ക് കൊഹനൂസ കിട്ടിയിട്ടില്ല. ഈ സെയിന്റ് തോമസ് എന്ന് പറയുന്ന ശിഷ്യന് കൊഹനൂസ കിട്ടിയിട്ടില്ല. അത് ഈ കൊഹനൂസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു കർത്താവ് അവരുടെ മേൽ ഊതി, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അത് നിർത്തുന്നെങ്കിൽ നിർത്തപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു കൊഹനൂസ കൊടുക്കുന്ന 20-ാം അധ്യായത്തിലാണ്. കോഹൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്നാട്ടോ ഹീബ്രുവില്. കൊഹനൂസ എന്നാൽ സുറിയാനി പറഞ്ഞ പൗരോഹിത്യം എന്നാണ്. അപ്പൊ പൗരോഹിത്യം കൊടുക്കുക, പുരോഹിത ശുശ്രൂഷ പാപമോചനമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പാപമോചനം അധികാരം. അതായത് പഴയ നിമിത്തം നമ്മൾ കാണാം യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് ഈ ജനങ്ങളുടെ പാപം മോചിക്കാനാണല്ലോ. അപ്പൊ ഈ പൗരോഹിത്യം പാപമോചനമാണ്. അപ്പൊ പാപം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്ന യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. ആ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. അതില്ലായിരുന്നു മാത്രമല്ല, യോഹന്നാൻ ശ്ലീഹ അത് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്, തോമാസ് അവിടെ ഇല്ലായിരുന്നെന്ന്. നിങ്ങൾക്ക് ബൈബിൾ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബ്രദറൻ സഭക്കാരനാകുമ്പോൾ ബൈബിൾ ആണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പൊ ബൈബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് യാഥാർത്ഥ്യം. അത് തന്നെയല്ല, ഈ സുറിയാനി സഭയുടെ ഹേവറ ആഴ്ചയുണ്ട്. ഈ ഹേവറ എന്ന് പറഞ്ഞാല് വിശുദ്ധ വാരം എന്ന് പറയും, വെണ്മയുടെ വാരം. അത് പെന്തക്കോസ്തി കഴിയുമ്പോൾ ഒരാഴ്ച ഹേവറയാണ്. ഈ ഒരാഴ്ചയാണ് പഴയ കാലത്ത് ഈ മാമോദിസ മുഴുവൻ നടക്കുന്നത്. വാർഷികമായിട്ട് എല്ലാവർക്കും ഈ മാമോദിസയെ സംബന്ധിച്ച് ബൈബിൾ സ്റ്റഡി ഒക്കെ നടത്തിയ ആളുകൾ ഒരുമിച്ചാണ് മാമോദിസ നടത്തുന്നത് വാർഷികമായിട്ട്. അപ്പൊ അതെല്ലാവരും വെള്ളം ഇട്ട് ഒരാഴ്ച നടക്കുന്നു. അപ്പൊ സുറിയാനി സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ ഹേവറ ആഴ്ച 7 ദിവസം 7 ബ്രുമിയോൻ സദറ വായിക്കും. ഈ ബ്രുമിയോൻ സദറയ്ക്കകത്ത് 1-ാം ദിവസം ഈ തോമാസിന് പൗരോഹിത്യം കിട്ടിയില്ലെന്ന് ആ സെദറായി വായിക്കുന്നു. ഈ സെദറ സുറിയാനി ഭാഷയിൽ നിന്ന് അടുത്തിട ഔഗാൻ ബാവ തർജ്ജമ ചെയ്തിരുന്നു. ഔഗാൻ ബാവ ഹേവോറയുടെ സെദറ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതറിയാവുന്ന പാത്രിക്കീസാണ്. ഈ പശ്ചാത്തലത്തിലാണ്, അതായത് താങ്കളാണ് ഇത് തർജ്ജമ ചെയ്തത്, യു ഓൾറെഡി നോ ദിസ്. കാരണം ഇദ്ദേഹത്തിന് പൗരോഹിത്യം ഇല്ലെന്നുള്ള വാചകം തർജ്ജമ ചെയ്ത വ്യക്തിയോടാണ് ഈ കൊഹനൂസ ഇല്ലാത്ത ആൾക്ക് എങ്ങനെ സിംഹാസനം വരുമെന്ന് പാത്രിക്കീസ് ഒരു കത്തിൽ ചോദിച്ചു. ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ ഈ കത്ത് മാത്രം പുറത്തോട്ട് ലീക്ക് ചെയ്തിട്ട് പാത്രിക്കീസിനെ ഒരു കിരാതനായിട്ട് അവതരിപ്പിച്ച് പാത്രിക്കീസിനോടുള്ള വിരോധം മലങ്കരയിൽ ഉണ്ടാക്കുവാനാണ് ഇവർ ശ്രമിച്ചത്. കാരണം പൂർവികമായും തലമുറയായും പാത്രിക സിംഹാസനത്തോടുള്ള സ്നേഹഭക്തി ആദരവുകളും വിധേയത്വവും കാത്തു സൂക്ഷിക്കുന്ന മലങ്കര നസ്രാണികളുടെ ഇടയിൽ പാത്രിക്കീസിനെ ഒരു വിമതനും വിരുദ്ധനും തോമാവിരുദ്ധനും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു നടപടി. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പം ആ സെദറ വേണമെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്ത് വേണം കേൾപ്പിക്കാൻ. ഞാൻ അതാണ് ചോദിക്കാൻ വന്നിരുന്നത്. കാരണം നമ്മൾ 2 കാര്യം എനിക്ക് പറ്റുമെങ്കിൽ താങ്കൾ ഈ പറയുന്ന കത്തിന്റെ പൂർണ്ണ രൂപവും ഈ പറഞ്ഞ സെദറായി ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റില് പറ്റുമെങ്കിൽ ഇപ്പോൾ അതൊന്ന്, പാസ്റ്ററും ഇത് ലൈവ് ഇടുന്നുണ്ടോ എനിക്കറിയില്ല, വിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ലെറ്ററിന്റെ മുഴുവൻ രൂപവും 203-ാം കൽപ്പനയാണ്. ഇപ്പൊ ഞാൻ റെഡി ആയിട്ട് വെച്ചിട്ടില്ല. ഓക്കെ, അത് പിന്നീട് പ്ലേ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും. അത് വളരെ ഷോർട്ട് ലെറ്റർ ആണ്. അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ: താങ്കൾ ഈ പ്രയോഗത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കാരണം ഇതാണ്. സാറാ ഇത് കേട്ടോളൂ. അത്ഭുതപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ഗുരുവാകുന്നു. എന്നെ വിശ്വസിപ്പിൻ. കഷ്ടതയും മരണവും സ്കീപ്പായും ഞാൻ സഹിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു. നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അവന് വറുത്തമീനും തേൻകട്ടയും നൽകി. അവരുടെ കൺമുമ്പിൽ വെച്ച് താൻ അത് സ്വീകരിച്ച് ഭക്ഷിച്ചു. തന്റെ ഉയർപ്പിനെ പറ്റി അവരെ ഉറപ്പിച്ചു. ഉയർപ്പിന് മുമ്പും അതിനുശേഷവും താൻ ഏത് ശരീരത്തിലിരുന്ന് ഭക്ഷിച്ചുവോ ആ നമ്മിൽ നിന്നെടുത്തതായ ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു. മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തന്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൽ
ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു. തന്റെ മനുഷ്യത്വത്താൽ ചൂടുപിടിച്ചവരെ വറുത്ത മത്സ്യം എന്ന പോലെ ഉറപ്പിക്കുകയും തന്റെ ദൈവത്വത്തിൽ സംബന്ധപ്പെട്ടവരെ താൻ ഭക്ഷിച്ചത് എന്റെ കട്ടയാൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ശ്ലൈഹിക വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണ മുഖാന്തരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്നല്ലി ചെയ്തു. പാപത്താൽ പഴുകിയിരുന്ന ലോകം മുഴുവനെയും ശിഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും അരുളി ചെയ്തു. ആചാരിത്വത്തിന്റെ ശ്രേഷ്ഠദാനത്തെ 10 സ്ലീഹന്മാരും ക്ലയോഫായും ലൂക്കോയുമാകുന്ന തന്റെ 2 അറിയിപ്പുകാരും ഉൾപ്പെടെ 12 പേർക്ക് നൽകി. എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു, യൂദ നശിച്ചു പോയിരുന്നു. 12 എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായോട് ശിഷ്യന്മാർ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല. അവൻ മറുപടിയായി അവരോട് അവന്റെ ആണിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ആചാരത്വത്തിന്റെ ശുശ്രൂഷയെ പാളയത്തിൽ താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വസിക്കുകയും അവർ പ്രവചിച്ച് തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും അതിനു പകരം സന്തോഷവും ആനന്ദവും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ സെദ്ര. അത് മുഴുവനില്ല, എന്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ആ സെദ്രായി പറയുന്നത് പാളയത്തിൽ മെൽദാദും ഏതാദും 70 പേര് പർവ്വതത്തിലോട്ട് പോയി, 2 പേര് പാളയത്തിരുന്നു. ആ 2 പാളയത്തിരുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി. അതുപോലെ 12 ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലയോഫാവും എന്ന് പറഞ്ഞ 2 പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തതെന്നും യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുറിയാനി സഭയുടെ എക്ലീഷ്യോളജി അതാണ്. അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൽപ്പന അയച്ചത്. അതിന് ഇവര് വേളം വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഹന്നാസ്ലീഹയുടെ വെച്ചാൽ 20 യോഹന്നാസ്ലീഹയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ഇതിനകത്ത് ഇത്ര പ്രശ്നം? ഇത് സുറിയാനി സഭയുടെ പൊസിഷൻ വളരെ കേട്ടിടത്തോളം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മുടെ അജീബ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോ കോമഡി കേട്ടല്ലോ, എല്ലാരും വളരെ ശ്രദ്ധിച്ച് കേട്ടല്ലോ. അതായത് എൽദാദിനും മേധാദിനും പാളയത്തിന് പുറത്ത് വെച്ച് ആത്മദാനത്തെ ലഭിച്ചതുപോലെ ആർക്ക് കിട്ടിയെന്നാ പറഞ്ഞത്? ലൂക്കോയ്ക്കും ക്ലേപ്പാവിനും കിട്ടിയെന്നാ പറഞ്ഞത്. പക്ഷെ ശരിക്കും സെദറിൽ എന്താ പറയുന്നത്? ശരിക്കും സെദറെ പറഞ്ഞിരിക്കുന്നത് ആത്മദാനത്തെ കിട്ടിയ പോലെ പ്രാപിപ്പാൻ അവനെ യോഗ്യനാക്കി. ആരെ? തോമാസ് ലീഹയെ യോഗ്യനാക്കിയതാ സെദറെ ശരിക്കും പറയുന്നത്. ഇവര് സെദറ തെറ്റിച്ച് പറയിപ്പിച്ചു. നമ്മൾ ആദ്യം ഇത് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഏതോ ഒരു അച്ഛനാണ് ഇത് പറഞ്ഞതാ കേട്ടത്, അച്ഛനാണ് പറഞ്ഞത് കേട്ടത്. പിന്നീടാണ് അറിയുന്നത് നമ്മുടെ ഒരു ജീസ് ചെമ്മാച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജീസ് എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. നമ്മുടെ ഒരു അടുത്തൊരു സഹോദരനായിരുന്നു, ജീജിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചെമ്മാച്ചനാണ്. അദ്ദേഹത്തെ കൊണ്ടാണ് ഈ കുൽസിത പ്രവൃത്തിയൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പാട്ടൊക്കെ നമ്മൾ ഈ കേൾപ്പിക്കുന്നത് കണ്ട് പള്ളി വായിക്കുന്ന എന്നുള്ള നിലയിലാണ് പുള്ളി കേൾപ്പിക്കുന്നത്. പക്ഷെ ഇത് ഈ പ്രത്യേകമായിട്ട് ഈ കുൽസിത പ്രവൃത്തിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് പുള്ളി പറഞ്ഞു ഇവർക്ക് അച്ഛനായ ഇത് കേട്ടോണോ? ലാസ്റ്റ് ഭാഗം കേട്ടോ? പറഞ്ഞു വെച്ചോ. അല്ല, അതെ, ഈ ജി സമ്മാജനെ കുറ്റം പറയരുത്. കാരണം ജി സമ്മാജൻ അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയൊന്നുമില്ല. പിന്നെ ഇതിപ്പോ ബീഡിയൊക്കെ ശിവു പറഞ്ഞപ്പോ പുള്ളി ചെയ്തു പോയതായിരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ചെമ്മാച്ചനൊക്കെ ആണെങ്കിൽ അച്ചടക്കം വേണം. അതല്ല, അത് വായിച്ചപ്പോഴേ ആ പ്രധാന ഭാഗം എങ്ങനെ വിട്ടുപോയത് അത് സംശയാസ്പദമാണ്.
ആ പ്രധാന ഭാഗം എങ്ങനെ വിട്ട് വേറെ ആയിപ്പോയത്? തോമസ് എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വ്യക്തി കൂട്ടു നിൽക്കുന്നതിന് അത് തുല്യമല്ലേ തന്നെ ഇത്? അത് ഇതൊരു ക്രൈം സഭയെ ചെയ്യുന്നതിന് തകർക്കാൻ തുല്യമാണ്. വേണ്ടി ആ ക്രൈം അത്. ആ അല്ല ഒരു അല്ല സെക്കൻഡ് അല്ല നമുക്ക് ഒരു ആ സെക്കൻഡ് എന്തെങ്കിലും വിട്ടുപോയോ അതിന്റെ അകത്ത്? അതെനിക്കറിയാൻ പാടില്ല. ഞാനത് വിട്ടുപോയി. അതാച്ചാ ഞാൻ പറഞ്ഞു. അതായത് ആ, അങ്ങനെ പ്രാപിക്കുവാൻ അവനെ യോഗ്യനാക്കിയെന്ന. പക്ഷെ പുള്ളി പറയുന്നത് അങ്ങനല്ല. പുള്ളി പറയുന്നത് ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് ഷിബു പറഞ്ഞ എക്സ്പ്ലനേഷനും ഘടകം ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ഒന്നുകൂടി കേട്ടോ നിങ്ങൾ. ഓക്കെ. ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും അരുളി ചെയ്തു. ആചാരിത്വത്തിന്റെ ശ്രേഷ്ഠദാനത്തെ 10 സ്ലീഹന്മാരും ക്ലയോഫായും ലൂക്കോയുമാകുന്ന തന്റെ 2 അറിയിപ്പുകാരും ഉൾപ്പെടെ 12 പേർക്ക് നൽകി. എന്തെന്നാൽ തോമ ഓടിയൊളിച്ചിരുന്നു, യൂദ നശിച്ചു പോയിരുന്നു. 12 എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായോട് ശിഷ്യന്മാർ, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല. അവൻ മറുപടിയായി അവരോട്, അവന്റെ ആണിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ആചാരത്വത്തിന്റെ ശുശ്രൂഷയെ പാളയത്തിൽ താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. പരിശുദ്ധാത്മാവ് കേട്ടല്ലോ, പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. അങ്ങനല്ല ആക്ച്വലി പ്രാപിക്കുവാൻ അവനെ യോഗ്യനാക്കി എന്നാ എഴുതിയിരിക്കുന്നത് ഒറിജിനലി. അപ്പൊ നമുക്കിപ്പോ ഇന്ന് ലിറ്ററേച്ചർ കിട്ടപ്പോഴാണ് ഈ സാധനം മനസ്സിലാവുന്നത്. ഇത് ഇത്ര നാളും കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ? പ്രാപിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എൽദാദ് മേധാവിന്റെ കാര്യമാണ് പറഞ്ഞതാ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇവിടെ തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യം കിട്ടിയെന്നാണ് ഈ സെദറെ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും മനസ്സിലായില്ല. കാരണം ശിവപിടിക്കൽ ബാക്കി പറഞ്ഞു കേട്ടോ ഒന്നുകൂടെ ഭാഗം കേട്ടോ. ശിവപിടി എക്സ്പ്ലനേഷനും പറയുന്നുണ്ട് കേട്ടോ. താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വസിക്കുകയും അവർ പ്രവചിച്ച് തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും അതിനു പകരം സന്തോഷവും ആനന്ദവും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ സെദ്ര. അത് മുഴുവനില്ല, അതിന്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ആ സെദ്രായി പറയുന്നത് പാളയത്തിൽ മെൽദാദും മേധാദും 70 പേര് പർവ്വതത്തിലോട്ട് പോയി, 2 പേര് പാളയത്തിരുന്നു. ആ 2 പാളയത്തിരുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി. അതുപോലെ 12 പേരിൽ ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലയോഫാവും എന്ന് പറഞ്ഞ 2 പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തതെന്നും യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ, സുറിയാനി സഭയുടെ എക്ലീഷ്യോളജി അതാണ്. അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൽപ്പന അയച്ചത്. അതിന് ഇവര് വേളം വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹ 20 യോഹന്നാൻ സ്ലീഹയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ കേട്ടല്ലോ, ഇതാണ് കേട്ടല്ലോ. ഇനി ഒറിജിനൽ സെദറെ പറഞ്ഞത് അത് ഞാൻ ആ പോർഷൻ കൂടി ഞാൻ വായിക്കാം. ഇന്ന് നമുക്ക് ലിറ്ററേച്ചർ കിട്ടിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇവിടെ എഴുതിക്കുന്നതാണ്: പരിശുദ്ധ ആചാര്യത്തിന്റെ ശുശ്രൂഷയെ പാളയത്തിൽ താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നതിന് അവനെ യോഗ്യനാക്കി. ആരെ? തൊട്ടിപ്പുറത്ത് പറയുന്നത് തോമാസ് ലീഹയെ യോഗ്യനാക്കി. മനസ്സിലായോ? ഇവൻ പറഞ്ഞെന്താ? ഇവൻ പറഞ്ഞത് അതിന് പകരം ക്ലേപ്പാനും ലൂക്കാവിനും കൊടുത്തെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് ഇവൻ പറഞ്ഞത്. ചെതറയിൽ എന്താ പറയുന്നത്? പ്രാപിക്കുന്നതിന് അവനെ എന്ന് പറഞ്ഞാൽ എൽദാദും മേധാദും പാളയത്തിന് പുറത്തായിരുന്നു എന്ന് പറഞ്ഞത് തോമാസ് ലീഹയും പുറത്തായിരുന്നു. ഇവിടെ കൊടുത്ത സമയത്ത് തോമാസ് ലീഹയ്ക്കും പാളയത്തിന് പുറത്ത് വെളി വെച്ച് കിട്ടിയെന്നാ പറഞ്ഞത്. അതാ ചെതറയെ പറയുന്നത്. അതിന് പകരം ഇവിടെ ചതിയിരിക്കുന്ന വക്രത. ഈ ഇതുപോലുള്ള ഒരു കള്ള തിരുമാലി ഇവനെ എന്നാ പറയണ്ടേ? ഇവൻ ഇത്രയും കള്ളനുണ്ട് ഭൂലോകത്തിൽ. ഇതുപോലെ കള്ള തിരുമാലി ഇങ്ങനെ ചതി. ഇവൻ സുറിയാനിയാന്ന്, ഇവൻ പറയാനിയാന്ന്, ഇവൻ എന്നോ സുറിയാനി ഇവന്. ഇവൻ തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യം ഇല്ലെന്ന് പറയാൻ വേണ്ടി അവൻ എടുത്തോണ്ട് വന്നത് അവന്റെ സെദറ. ഈ ഇതിനകത്തിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ സെദറയിൽ എന്നിട്ടും അല്ല പറഞ്ഞു അല്ല എന്നിട്ടും ഓർത്തഡോക്സുകാർക്ക് കുറ്റം. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? അല്ലോ ഇത് ആര് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നാ പറഞ്ഞത്? കേട്ടായിരുന്നല്ലോ അതല്ലേ? ഔഗൻ ബാവ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവൻ എടുത്ത് കാണിക്കുന്ന വേറെ ഒന്നിനുണ്ട്. വേറൊരു ഇതുണ്ട്, ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട്. വേണമെങ്കിൽ അതുകൂടി കേൾപ്പിക്കാം. ആ ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം. ഇവൻ വലിയ കാട്ട് കള്ളൻ. ഈ കാട്ട് ഇവന്റെ അത്രയും ഒരു യാക്കോബായ അച്ഛന്മാര് സപ്പോർട്ടും ചെയ്യാന്ന് പറയുമ്പോ ഭയങ്കര
സംഭവം അതാ ഞാൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി, എന്ന് പ്രാപിക്കുന്നതിന് അവനെ യോഗ്യനാക്കി. എന്നിട്ട് ഈ ഈ വാക്ക് നമ്മൾ ഈ ബൈ കോയിൻസിഡൻസ് പറയാന്ന് ചിന്തിക്കാൻ പറ്റുമോ? കാരണം ഇവൻ ഇത് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് ഇവൻ തിരിച്ചു പറയിപ്പിച്ചതാ ഈ സാധനം. അത് 100% അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ? ഇതിലെ അതെ ബെഞ്ചി ബ്രദറെ, അത് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അന്നേരം ഈ കള്ളത്തരം കാണിക്കുകയും ചെയ്യുക, അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുക. ഒരു ഷമാശൻ അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഈ ഏത് സഭയിലാന്നേലും അദ്ദേഹത്തെ തുറന്നു കാണിക്കണം. ഇതൊരു ഭയങ്കര ഒരു ഗൂഢസംഘം ഇവന്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരു പുറത്തിടണം. അല്ല, ജീസസ് മാസൻ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ സാഹചര്യം ഉണ്ട്. പക്ഷെ അങ്ങനെ ഇന്നൊരു പുള്ളിയാണ് എന്ന് നമ്മളും ഒക്കെ കണ്ടിട്ടുണ്ട്. മാസിന്റെ പട്ടംകൊടക്കൊക്കെ പോയിട്ടുണ്ട്. പട്ടംകൊടയല്ല, ഓരോ സ്റ്റേജിൽ ഓരോന്നുണ്ടല്ലോ, അതില് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം കുറവാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല ശുദ്ധ വക്രീകരണം, കോടതിയിൽ ശുദ്ധ വരെ പോകൃതരം. കൊണ്ടുവന്ന് കളരെ കൊടുത്തവന്മാർക്ക് ഇത് ചെയ്യാനാണ് പാട്. അതെ 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 അതെ. അതെ, അതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമില്ല, അതായത് അത് കോൺട്രഡിക്ഷൻ വരുന്നില്ലേ? അതായത് കൽപ്പന അയച്ചത് തെറ്റായ ട്രാൻസ്ലേഷൻ നടത്തി അതിന് പിന്മാറണമെന്ന് പറഞ്ഞു. അവസാനം വന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു തോമയ്ക്ക് പൗരത്വം ഇല്ല, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അത് കോൺട്രഡിക്ഷൻ. അയാളെ തന്നെ ഖണ്ഡിച്ചുകൊണ്ടല്ലേ പറയുന്നത്? അതെ 100%. അല്ല നമുക്കിപ്പോ കിട്ടിയ സാധനം എന്താ? എനിക്ക് വട്ട ഇയാൾ അതുകൊണ്ടായി ചോദിച്ചാൽ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അയാളുടെ സ്റ്റേറ്റ്മെന്റ്. അല്ല, ഇപ്പൊ കിട്ടിയ സാധനത്തിനകത്തിൽ എന്താ ഉള്ളത്? കിട്ടിയെന്ന് തന്നെയാ ഉള്ളത്. ഇപ്പൊ ഇവന്മാര് ഇറക്കിയ സാധനം അതിന്റെ ഞാൻ ചോദിച്ചാൽ അയാൾ തുടക്കത്തിൽ അജിബന്ധങ്ങൾ പറയുന്നുണ്ടല്ലോ, അതായത് കൽപ്പനയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്, പേഴ്സണലായിട്ട് എഴുതിയ ഒരു കൽപ്പന ലെറ്ററിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ട്രാൻസ്ലേഷൻ പാടില്ല, നിങ്ങൾ ഇരുത്തത് പിന്മാറണം. അതായത് അന്ത്യോക്യ പറയുന്നുണ്ട് കൊഹ്നൂസ ഉണ്ടെന്ന്, നമ്മളാണ് തെറ്റായ ട്രാൻസ്ലേഷൻ നടത്തിയേക്കുന്നത്. അവസാനം ചെന്ന് ഇയാള് പറഞ്ഞു വെക്കുക യോഹന്നാന് പറഞ്ഞിട്ടുണ്ട് തോമസ് ലീഹയ്ക്ക് പൗരത്വം ഇല്ലെന്ന്. ആ കോൺട്രഡിക്ഷൻ മനസ്സിലാവുന്നുണ്ടോ ഇയാളുടെ സ്റ്റേറ്റ്മെന്റ്? അതായത് ഒരു ബോധം ഇല്ലാണ്ടാവാ പറയുന്നത്. അത് ബോധമില്ലാതെ അല്ല, അത് കൃത്യം ബോധത്തോടുകൂടിയാ പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ചരിച്ചു കൊണ്ടുപോയി പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങോട്ടാ തിരിഞ്ഞെന്ന് പിടിയിട്ടില്ല. മനസ്സിലായി? അതിന് എന്തോ ഒരു മീനിന്റെ ഒക്കെ ഒരു സാധനം പറയുന്ന പറഞ്ഞ പോലെ ഒരു ടെക്നിക്കാണ് പുള്ളി അതിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സിംഹാസനം ഉണ്ട് എന്ന് പറയുമ്പോൾ സിംഹാസനത്തിന് ഇല്ല എന്ന് പറയാനായിട്ട് അവരെടുത്ത് പറയുന്ന ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം, ഞാനതിന്റെ ഒറിജിനൽ എനിക്ക് ഇതുവരെ കാണാനൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്ത് കാണണം അത് ശരിയാണോ, എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞവരൊന്ന് വായിച്ചിട്ടുണ്ട്. ഏതായാലും പൗരോഹിത്യമില്ല, കപ്പ്യാര് പോലും അല്ല എന്ന് എഴുതിയേക്കുന്ന അങ്ങനെയൊന്നും എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാമാന്യ ഒരു അക്രൈസ്തവം പോലും അങ്ങനെ എഴുതത്തില്ല. അങ്ങനെ ആരും എഴുതും, ഒരു കപ്പ്യാര് പോലും അല്ല. അപ്പൊ അങ്ങനത്തെ വേർഷനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഏതായാലും പൗരോഹിത്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കുരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തഡോക്സുകാർക്ക് തോമാസ് ലീഹായുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് വെറുതെ അല്ല, അതാണ് നെഞ്ചുവേദന. അല്ല, അത് ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് വിക്കിപീഡിയ എന്ന് കിട്ടിയിട്ട് നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, എന്താണ് വത്തിക്കാൻ സിൻടാക്സോ, വത്തിക്കാൻ ഒരു സാധനം ഉണ്ടല്ലോ, 1301 ഇതാണോ മറ്റേ ഒരു സിംഹാസനത്തിന്റെ ക്ലെയിം ആണോ? അല്ലെന്നേ, കാത്തലിക്സിന്റെ ഈ വത്തിക്കാൻ നോക്കണേ, നോക്കിട്ട് പറയാം. വത്തിക്കാൻ സിൻടാക്സ് കോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, എന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഇപ്പൊ നോക്കി പറയാം. കോഡെക്സ് വാറ്റിക്കാനസ്. ഒരു സെക്കൻഡ് ഞാൻ പറയാം. അപ്പൊ അതിന്റെ അകത്ത് പറയുന്നുണ്ട് അതിനെ കുറിച്ച്. വിക്കിപീഡിയയിൽ ഉള്ളതാണ്. പക്ഷെ ദ വത്തിക്കാൻ സിറിയക് കോഡെക്സ് 22 എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? സിറിയൻ മാനുസ്ക്രിപ്റ്റ് വത്തിക്കാൻ കോഡെക്സ്. എന്താ സംഭവം? എന്താ The title given for the Metropolitan of the St. Thomas Christians was the Superintendent and Ruler of the Holy See of St. Thomas the Apostle. എന്നാണ് ആ ഫുൾ സെന്റൻസ്.
അത് അത് നിങ്ങൾക്ക് എസ് തുടങ്ങുന്ന എന്തൊരു സാധനം, ഞാൻ അതാണ് സിറിയക് കോഡെക്സ് 22 എന്ന് പറയുന്ന വത്തിക്കാൻ എന്നൊക്കെ അതിനകത്തുള്ളത്, എന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഈ സിംഹാസനം ഇല്ലെന്നൊന്നും എവിടെ അങ്ങനെ ഒരു സംഗതി ആരും പറയുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നത് ഇത് ഇവിടെ ഈ ശ്രേഷ്ഠഭാവ ഇവിടെ ഇരുന്ന് എഴുതിയതാണ് ഈ 103ാമത്തെ കൽപ്പന എന്ന് സത്യമായിട്ടും വിശ്വസിക്കുന്ന യാക്കോബക്കാരുണ്ട്. കാരണം കപ്പ്യാര് പോലും അല്ലെന്ന് പറഞ്ഞ് ഒരു അന്ത്യോക്യയിലെ പാത്രിക്കീസ് ലെറ്റർ എഴുതുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒന്ന് ആലോചിച്ചു. അല്ലല്ല അല്ല അച്ഛായ, അത് ശരിക്കും പാത്രിക്കസ് തന്നെ എഴുതിയത്, യാക്കോബ് 3 തന്നെ എഴുതിയതാ. ആണോ? ആണോ? അത് യാക്കോബ് 3 തന്നെ എഴുതിയ, പിന്നെ അത് വിഷയമായപ്പോ പുള്ളി വീണ്ടും പിന്നീട് എക്സ്പ്ലനേഷൻ ഒക്കെ പുള്ളി അടുത്ത കൽപ്പനയിൽ അയക്കുന്നുണ്ട്. അതായത് ഞാനത് മറ്റേ ഔഗൻ ബാബയ്ക്ക് മാത്രമായിട്ട് അയച്ചതാണ്, അത് എല്ലാവർക്കും വായിക്കാൻ വേണ്ടി ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ പിന്നീട് കൊടുക്കുന്നുണ്ട്. ആണോ? മനസ്സിലായി? അപ്പം ഓക്കെ. പിന്നെ അത് പേഴ്സണലി കൽപ്പന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കാതോലിക്കോസ് അങ്ങോട്ട് കൽപ്പന ഇടും, പാത്രിക്കോസ് ഇങ്ങോട്ട് കൽപ്പന ഇടും. അങ്ങനെ കൽപ്പന ഇടുന്നെന്ന് പറഞ്ഞാൽ അത് ഈ രഹസ്യ മറ്റേ പേഴ്സണൽ മെസ്സേജ് ഒന്നും അല്ല. അത് പേഴ്സണൽ ആക്കാരൊന്നും പറ്റില്ല. അതങ്ങനെ പേഴ്സണൽ സഭയുടെ ഭാഗമല്ലയോ അത്, അല്ലാതെ അല്ല, ഈ പേഴ്സണൽ. 203 നമ്പർ എന്ന് പറയുന്നത് പേഴ്സണൽ അല്ലേ? അതാ പറഞ്ഞത്. അപ്പൊ അത് വെളി പോയപ്പോ നാണക്കേടായപ്പോ പിന്നെ ചോദിച്ചു ഇത് പേഴ്സണൽ ആയിട്ട് അയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ ശരിക്കും പുള്ളി തന്നെ എഴുതിയത് തന്നെയാണ്. അന്ന് അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു അന്ത്യോക്യ പാത്രിക്കീസ് കപ്പ്യാര് പോലും അല്ലാന്ന് പറഞ്ഞു എഴുതുമോ? പുള്ളി പറഞ്ഞത് കൗഹനൂസോ ഇല്ലെന്നാ പറഞ്ഞത്, കപ്പ്യാർ പോലും അല്ലെന്നല്ല പറഞ്ഞത്. പിന്നീട് ആൾക്കാർ പറഞ്ഞു ഉണ്ടാക്കിയതാ അങ്ങനെ. പക്ഷെ പുള്ളി എഴുതിയത് കൗഹനൂസോ ഇല്ലെന്നാ പുള്ളി എഴുതിയത്. ഞാനൊരു അല്ല എടുത്ത് അല്ല അതിന്റെ ബ്രദറെ, ഈ എക്സ്ട്രാക്ട് ഒരു എന്ന് കാര്യം പറഞ്ഞ് ചോദിക്കട്ടെ. വായിച്ചാൽ ഈ ഷിബു പിടിക്കൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് യാക്കോബ് തൃതീയൻ പാത്രീസ് ബാബ ഔഗൻ ബാബയ്ക്ക് പേഴ്സണൽ ആയിട്ട് എഴുതിയ ഒരു കാര്യമാണ്. ആ പേഴ്സണൽ ആയിട്ട് അവര് തമ്മിൽ സംസാരിച്ച ഒരു കാര്യത്തെ അത് സഭയിലേക്ക് വലിച്ചഴിച്ചത് വിവാദമാക്കേണ്ടെന്ന് ഈ ഷിബു പിടിക്കൽ തന്നെ അദ്ദേഹത്തിന്റെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല വിവാദമാക്കേണ്ടതാണ്. ഈ സാധനം ഈ കുറെ നാൾ മുമ്പേ എടുത്തിട്ടത് ശിവപീഡിക്കൽ തന്നെ, ഇങ്ങനെ കൽപ്പനയുണ്ട്. അല്ലല്ല, ഞാൻ ഷിബു ഇത് പിടിക്കലിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞതല്ല. കാരണം അത് വിവാദമാക്കണമെന്ന് പറഞ്ഞ ആള് തന്നെ പിന്നെ അതിനെ ആ, അല്ല വളച്ചൊടിക്കുന്നു ഞാൻ അല്ല പറഞ്ഞതാ. അല്ല വിവാദം ആക്കണ്ടെന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഇത് പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുന്നത്. കുറെ നാൾ ഇത് വിസ്മരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം ലൈവ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞത് ശിവപീഡിക്കൽ തന്നെ പലതവണ ലൈവിൽ പറഞ്ഞു. പിന്നാണ് നമ്മൾ പ്രതികരണമൊക്കെ ആരംഭിച്ചത്. ഞാൻ വായിക്കാം കൽപ്പന. സഹോദര്യ ചുംബന ഇത് സിറിയൻ പാട്രിക്കിന്റെ മന്ദിയൊക്കെ ഓൾ ദീസ് ഡമാസ്കസ് സിറിയ നമ്പർ 203/70 മുദ്ര. അതുകൊണ്ട് ബഹുമാനപൂർണനായ ഔഗേൻ പ്രഥമൻ പൗരസ്ത്യ കാതോലിക്കയായ നമ്മുടെ സഹോദരന്റെ ശ്രേഷ്ഠതയ്ക്ക് സാഹോദര്യ ചുംബനത്തിന്റെയും ബഹുമാന്യനായ അങ്ങയുടെ ക്ഷേമാന്വേഷണത്തിനും ശേഷം പറയുന്നത് എന്തെന്നാൽ, അങ്ങയുടെ എഴുത്തിന് വളരെ നാളുകൾക്ക് മുമ്പ് മാർത്തോമയുടെ സിംഹാസനം എന്ന തലവാചകത്തിൽ എഴുതിയിട്ടുള്ളതായി ഒരു കത്ത് നാം വായിച്ച് വളരെ അത്ഭുതപ്പെട്ടു. 4-ാം നൂറ്റാണ്ടിൽ കാതോലിക്ക സ്ഥാപനം ഉണ്ടായത് മുതൽ ഈ നാമം കാതോലിക്കമാരോ മഫ്രിയാന്മാരോ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. രണ്ടാമതായി, മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം എന്ന് പറയത്തക്ക വിധത്തിൽ മാർത്തോമാ സ്ലീഹ ഏതെങ്കിലും ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടില്ല. യുഹാനോന്റെ ഏവങ്കോലിയനിൽ നിന്നും 20-21 മുതൽ 24 വാക്യം വ്യക്തമാകുന്ന പ്രകാരം അദ്ദേഹം ഒരു ഇല്ലായിരുന്നു. ഒരു പുരോഹിതൻ പോലും ആകാതിരിക്കെ എങ്ങനെ മഹാപുരോഹിതനായി? ഒരു പുരോഹിതൻ പോലും ആകാതിരിക്കെ എങ്ങനെ മഹാപുരോഹിതനായി? ഒരു മഹാപുരോഹിതൻ അല്ലാതിരിക്കെ എങ്ങനെ സിംഹാസനം സ്ഥാപിച്ചു? അതുകൊണ്ട് പൂർവിക ചരിത്രകാരന്മാരിലും തന്നെ അദ്ദേഹം ആരെയും എപ്പിസ്കോപ്പയായി പട്ടം കെട്ടിയതായോ കാതോലിക്ക സിംഹാസനം സ്ഥാപിച്ചതായോ പ്രസ്താവിച്ചിട്ടില്ല. നമ്മുടെ ശ്ലൈഹിക ആശീർവാദങ്ങൾ വാത്സല്യ മെത്രാപ്പൊലിത്തമാർ അറിയിക്കാന്ന് പറഞ്ഞ് നിർത്തുക. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. പുരോഹിതനായിരുന്നില്ല, പിന്നെ എങ്ങനെയാ മഹാപുരോഹിതനാകുന്നേ? മഹാപുരോഹിതനാകാതെ എങ്ങനെയാണ് പട്ടം കൊടുക്കുന്നത്? ആരും പട്ടം കൊടുത്തിട്ടില്ല, ആരെയും വാഴിച്ചിട്ടില്ലെന്നൊക്കെ അടിച്ചു വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് അയച്ച കൽപ്പന 203/70. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവര് എഡേസൻ ഇതൊക്കെ ചുമന്നുകൊണ്ട് പോയതിനാ പിന്നെ എഡേസനിലോട്ട്? അല്ല, അത് ഇവർക്കല്ലല്ലോ കൊണ്ടുപോയത്. അത് ഇവരല്ലായിരുന്നല്ലോ, ഇവർ ഇങ്ങോട്ടല്ലല്ലോ കൊണ്ടുപോയത്. ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവരുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അവരെല്ലാം ഇരിക്കുന്നത് അല്ല. അല്ല അന്ന് അല്ല ഇത് ഇവരുടെ ആൾക്കാരാണെന്നാണല്ലോ ഷിബു പറഞ്ഞു നടക്കുന്നത്. അത് ഷിബു ഒക്കെ പറയും. അത് ഇല്ലാത്ത ചരിത്രമല്ലേ? അത് കൊണ്ടുപോയത് ബാബിലോണിലേക്കാണ് കൊണ്ടുപോയത്, എഡേസയിലേക്കാണ് കൊണ്ടുപോയത്. അത് പേർഷ്യൻ സഭയുടെ കൊണ്ടുപോയത്. അവിടുന്ന് പിന്നെയാണ് അത് ഇറ്റലിയിലോട്ട് ചെല്ലുന്നത്.
ഇവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അന്ന് സഹോദര സഭകൾക്കൊക്കെ ഈ പറയുന്ന പോലെ അതിൽ നിന്ന് അല്പാൽപ്പം കൊടുക്കും, മനസ്സിലായോ? അതായത് റിലിക്സ്, ഹോളി റിലിക്സ് കൊടുക്കും, പലർക്കും കൊടുക്കും, അവളുടെ സഭകൾക്കൊക്കെ കൊടുക്കും. അങ്ങനെ കുറച്ച് കിട്ടിയതല്ലാതെ അല്ല ബെഞ്ചി, ഏതോ ഒരു ലൈവില് പറയുന്നത് ഞാൻ കേട്ടാണല്ലോ, ഈ എഡാസയില് ഞങ്ങളുടെ ആൾക്കാരാണ് കൊണ്ടുപോയത്, ഇവിടെയുള്ള ഓർത്തഡോക്സുകാർ കരിദിനമായിട്ട് ആഘോഷിക്കണം, അതൊക്കെ പറയുന്നത് ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ അടിച്ച് ഇവിടെ ഏതെങ്കിലും എഡേസ്യമായിട്ട് ഇങ്ങോട്ടേക്കോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന യാക്കോബക്കാർ, അതെല്ലാം നമ്മൾ ചോദിച്ചത് 1600-കൾക്ക് മുമ്പ് ഇന്ത്യയുമായിട്ടോ ഭാരതമായിട്ടോ കേരളമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ബന്ധം, ഒരൊറ്റ ഒരു മെത്രാൻ ഇങ്ങോട്ട്, ഒരു മെത്രാൻ പോലും ഇങ്ങോട്ട് വരാതെ, ഒരു അച്ഛൻ പോലും ഇങ്ങോട്ട് വരാതെ, പിന്നെ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇവരെന്തായാലും വേറെ ഇറ്റലിയിലോട്ട് കൊണ്ടുപോയെന്തിനാ? ശരിയാണ്, അറിയാൻ പാടില്ല. അല്ല, ഞാനിത് പറഞ്ഞു കേട്ടൊരു ആ, കാര്യം. ഇതൊക്കെ വക്രീകരണത്തിന്റെ ഒരു ഭാഗം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്തിൽ ഇപ്പോഴും ഇപ്പം ഈ ലിറ്റർജിക്കൽ പോർഷൻ നമുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായത് ഇവര് പറഞ്ഞ കാര്യമേ അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യോഗ്യനാക്കി തീർത്തു, അങ്ങനെ തോമാസ്ലിഹയ്ക്ക് പൗരോഹിത്യം കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അങ്ങനെ ആണെങ്കിൽ പോലും ഈ സദ്രയില് വലിയൊരു കുൽസിത പ്രവൃത്തിയുണ്ട്. കാരണം ലൂക്കോസും ക്ലെയോപ്പാവിനും അന്ന് പൗരോഹിത്യം കിട്ടിയെന്ന് പറഞ്ഞത് ഒരു വ്യാജമാണ്, ചരിത്രത്തിന് നിരക്കാത്തതാണ്, വചനത്തിന് നിരക്കാത്തതാണ്. അങ്ങനെ ഒരു വ്യാജം ലൂക്കോസ് എന്ന സഭയിലുണ്ട് ഭാഗമായിരുന്നില്ല, പിൽക്കാലത്ത് വന്നവനാണ്. പിന്നെ ക്ലെയോപ്പാവിന് അങ്ങനെ ഒരു പൗരോഹിത്യം കിട്ടിയെങ്കിൽ, കർത്താവ് നേരിട്ട് അങ്ങനെ ഈ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് കൊടുത്തെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ മത്യാസിനെ ചീട്ട് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ 11 പേരിൽ ഒരുവനായിട്ട് മത്യാസിനെ ചീട്ട് തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഓടി ഒളിച്ചു എന്ന് പറഞ്ഞ തോമാസ് ലീഹ 11 പേരിൽ ഒരു ഭാഗമായിട്ട് അപ്പോസ്തലപ്രവൃത്തി തുടർന്നുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 12 തന്നെയാണ് പിന്നീട് കാണുന്നത്. അതായത് തോമാസ് ലീഹ ഉൾപ്പെടെയുള്ള പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട മത്യാസ് ഉൾപ്പെടെയുള്ള 12 പിന്നെ കാണുന്നത് മുഴുവൻ. ദൈവവചനത്തിന് നിരക്കാത്ത കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയും വലിയൊരു തെറ്റ്. പിന്നെ അതിനേക്കാളും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ്, ഈ തോമാസ് ലീഹ നമ്മുടെ കാവൽ പിതാവിനെ, നമ്മുടെ ഭാരതത്തിന്റെ പിതാവിനെ, നമുക്ക് സുവിശേഷം അറിയിച്ച നമ്മുടെ പിതാവിനെ യൂദയുടെ കൂടെ എണ്ണി എന്നുള്ളതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടത, പോക്രിത്തരം. അവന്മാരെ യൂദയുടെ ഇനി കൂടെ നേരെ യൂദയുടെ കൂടെ എണ്ണി എന്നുള്ളതാണ്. രക്തം തോമാസ് തിളയ്ക്കുന്നുണ്ട്, ലീഹ രക്തം ഓടി ഒളിച്ച് തിളയ്ക്കുന്നുണ്ട്. യൂദ നശിച്ചു പോയി. നമ്മുടെ രക്തം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇവന്മാരെ മേരാ മാർത്തമാത്രാണികൾ എന്ന് വിളിച്ചേക്കല്ലോ ഇവിടെ ഒറ്റ വിളിക്കാൻ പാടില്ല. ഇവന്മാർക്ക് യാതൊരു അർഹതയില്ല. ഇവന്മാർക്ക് വെറി ഇത്ര റാസ്കൽ. വൃത്തികെട്ടന്മാര്. അതെങ്ങനെ ഇവരുടെ സ്ഥാനം ഒരു മാറ്റി? യാക്കോളികളൊന്നല്ലേ ഇവരുടെ അല്ല, പേര്? ഇനി മേല മാർത്തമാത്രാണി എന്ന് പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഈ അതാണ് ഈ മറ്റേ ഈ ചെറിയാച്ചാനൊക്കെ ഇവിടെ നിന്നിട്ട് അടിച്ചു വിട്ടോണ്ടിരുന്നത്, നിങ്ങൾ ഓർത്തഡോക്സുകാരോട് പോയി ചോദിക്കുക. കാരണം ഓർത്തഡോക്സുകാരുടെ സദറയിൽ ഇങ്ങനെയാണ് അടിച്ചു വിട്ടത്. ഒരു ഓർത്തഡോക്സുകാരൻ ഇങ്ങനെ സദറ വായിച്ചിട്ടില്ല, ഓർത്തഡോക്സുകാരൻ ഇങ്ങനെ സദറ പറയത്തില്ല. കാരണം അവർക്കറിയാം അവരുടെ പിതാവ് മാർത്തോമാ സ്ലീഹയാന്നറിയാം. മാർത്തോമാ സ്ലീഹയ്ക്ക് ഇത് പൗരോഹിത്യമില്ലെന്നും പകരം മാത്രമല്ല ഇവൻ ഈ ചെറിയാനൊക്കെ ഇവിടുന്ന് ഗ്രൂപ്പുകളൊക്കെ അടിച്ചു വിട്ടത് എന്താണ്? ഈ ഈ ഈ നിങ്ങൾ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഔഗൻ ബാവയോട് ചോദിക്ക്. നിങ്ങൾ ചൊല്ലുന്ന നിങ്ങളുടെ സഭയോട് ചോദിക്ക് എന്നൊക്കെ അടിച്ചു വിട്ടത്. അപ്പൊ നമ്മൾ അന്നേരം അച്ഛന്മാരോടൊക്കെ ചോദിച്ചു കേട്ടോ, ഓർത്തഡോക്സിൽ അച്ഛന്മാരോട് ചോദിച്ചു. ഒരു 1-2 അച്ഛന്മാർ പറഞ്ഞ് എന്താന്ന് കേൾപ്പിക്കാം. ഒന്ന് CC ചെറിയാൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ. ഇപ്പൊ ഞാൻ ഈ ക്ലിപ്പ് ഇപ്പോഴാ പുറത്ത് നേരത്തെയും ഉണ്ടായിരുന്ന സാധനം, പക്ഷെ ഇപ്പോഴാ പുറത്ത് വിടുന്നത്. CC ചെറിയാൻ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെട്ട ദ വേ ഓഫ് ലൈഫ് എന്നൊക്കെ എഴുതി ബുക്ക് എഴുതിയിട്ടുള്ള അറിയപ്പെട്ട, അതായത് പഴയ സെമിനാരിയിലെ ലൈബ്രറിയനായിരുന്ന ഒരു അച്ഛനാണ് CC ചെറിയാൻ, മറ്റേ ഓർത്തഡോക്സ് സഭയിൽ. ആ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ റിപ്ലൈ ആണ് കേട്ടോ. ഈ സദറായെ പറ്റി പറയുമ്പോഴേ, അന്ത്യോക്യ പാത്രീസിന്റെ സിംഹാസനമാണ് ഭാരതത്തിലുള്ളത് എന്ന് സ്ഥാപിക്കത്തക്കവണ്ണം മാർത്തോമാ ശ്ലീഹായ്ക്ക് അവിടെ പൗരോഹിത്യം ലഭിച്ചില്ല എന്ന് സ്ഥാപിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രമേയം അവരെഴുതിയുണ്ടാക്കിയ പ്രമേയമാണിത്. ഈ പ്രമേയ സദറ എന്ന് പറയുന്ന ഓരോ ദിവസങ്ങളിലെ സദറകൾ ഒക്കെ അവരെ തന്നെ എഴുതിയതാണ്. അപ്പൊ അതിനകത്ത് വളരെ എന്റെ അഭിപ്രായത്തിൽ ബോധപൂർവം മാർത്തോമാ ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്ന പോലെ അതിന്റെ വെളിച്ചത്തില് പിന്നെ ഊതിയ സമയത്ത് അധികാരം പരിശുദ്ധാത്മാ വരം മാർത്തോമാ ശ്ലീഹയ്ക്ക് ലഭിച്ചില്ല എന്നങ്ങ് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രയോഗം നടത്തി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മോശയ്ക്ക് അഹ്റോനും എല്ലാവർക്കും കിട്ടിയ കൂട്ടത്തില് താഴെ പാളയത്തിൽ നിന്ന് 2 പേർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ തോമാസ് ശ്ലീഹായ്ക്കും കിട്ടി എന്ന് പറയാവുന്നതാണ് അത് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ. പക്ഷെ അതിന് പകരം അവരെഴുതിയിരിക്കുന്നത് ലൂക്കോസിനും ക്ലെയോപ്പാവിനും പട്ടത്തും കിട്ടിയെന്നാ പറയുന്നത്, പൗരോഹിത്യം കിട്ടിയെന്നാ പറയുന്നത്. അതിന് വേദപുസ്തകത്തിൽ തെളിവുകളൊന്നും ഇല്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് ബോധപൂർവം ഇത് പിന്നെ ഉണ്ടാക്കിയ ഒരു സദറയാണ്.
അത് വെച്ചുകൊണ്ടാണ് ഔവ്യം ബാവായിട്ട് അന്ന് ഈ പറയുന്ന തർക്കം ഉണ്ടായത്, 203 നമ്പർ കൽപ്പനയൊക്കെ വരാനിടയായത്. അതിന്റെ എല്ലാം പുറകില് ഒരു വ്യക്തമായ താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയില് മാർത്തോമാശ്ലീഹായുടെ പൗരോഹിത്യം ഇല്ല, മാർത്തോമാശ്ലീഹ വന്നില്ലെന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല, മാർത്തോമാശ്ലീഹായുടെ പൗരോഹിത്യം ഇല്ല, അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓരോ സുവിശേഷ പ്രവർത്തനാണ് എന്നുള്ള നിലയിൽ, ഉപദേശിയാണ് എന്നുള്ള നിലയിലാണ് പാത്രീകസുകാര് സുറിയാനിക്കാർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നീട് കാരണമായിട്ട് തീർന്നത്. അത്രേ എനിക്കിപ്പം പറയാൻ അറിയാവുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞത് ഈ ലിറ്റർജിക്കൽ പോർഷൻ കംപ്ലീറ്റ് കിട്ടുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പൊ അന്നേരം കൊണ്ട് നമുക്ക് ഇത് ഈ ഇങ്ങനെയാണ് കിട്ടുന്നുള്ള കാര്യം അറിയത്തില്ല. ശിവപീഡിക്കൽ കള്ള എക്സ്പ്ലനേഷൻ മാത്രമേ കേട്ടുള്ളൂ. അതിനകത്ത് പറയുന്നത് ഈ ലൂക്കോസിനും ക്ലേപ്പാവിനും കിട്ടിയെന്ന ശിവപീഡിക്കൽ പറഞ്ഞത്. അപ്പം അല്ല, ഞാൻ അതൊക്കെ ചോദിക്കട്ടെ, വായിച്ചിട്ട് ഒരു തോമാച്ച, ഒരു